ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ആഴ്ചകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. വേറൊന്നുമല്ല, ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. രണ്ടാമത്തെ തവണയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും രാവിലെ തന്നെ എന്താ നേർച്ച് ഒരു വീഡിയോ ആയിട്ട് വന്നത് വെച്ചാൽ ഞങ്ങളുടെ ദേശത്തെ പൂരാണ്. അപ്പോൾ ഒരു സദ്യ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് അമ്മ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ നീക്കുമ്പോൾ എന്നെയും കൂടി വിളിച്ച് എനിക്കിതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ നീച്ചതല്ല. അത് പ്രത്യേകിച്ചൊന്നും സഹായിക്കാനൊന്നുമല്ല. പിന്നെ തലേ ദിവസം തന്നെ പച്ചക്കറി ഇതൊക്കെ അരിഞ്ഞ് വെച്ചതുകൊണ്ട് നമുക്ക് രാവിലെ അതിൻ്റെ ഒരു പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ക്യാബേജ് പിന്നെ ഞാൻ അരിഞ്ഞു കൊടുത്തു. അത് പിന്നെ വലിയ പണിയുള്ള കാര്യമല്ലല്ലോ. അത് തലേ ദിവസം അരിയാഞ്ഞതൊന്നുമല്ല, രാവിലേക്ക് അത് ഇനി വാടി കുഴഞ്ഞാലോ വെച്ചിട്ടാണേ. അപ്പോൾ അപ്പോഴാണ് ബീഫ് വാങ്ങിയിട്ട് വരുന്നത്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ വല്ലപ്പുഴ എന്ന് പറയും, അവിടെ അടുത്ത് തന്നെയാണ് ബീഫിൻ്റെ കട ഉള്ളത്. അപ്പോൾ രാവിലെ നേരത്തെ പോയാലേ നല്ല ഇത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ രാവിലെ നേരത്തെ പോയി. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇവിടെ എത്താറാകുമ്പോൾ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉമ്മർത്ത് വന്നിരുന്നതാട്ടോ, എന്നൊക്കെ വീഡിയോ എടുക്കാമല്ലോ വെച്ചിട്ട്. ബീഫ് അവർ കട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ തന്നത്. എന്നാലും വലിയ വലിയ പീസായിട്ടാവുക കാരണം കൊണ്ട് ഞങ്ങളത് വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടി ചെറുതാക്കി. എന്നാൽ മസാല പിടിക്കാനും പെട്ടെന്ന് വേവും ചെയ്യുമല്ലോ വെച്ചിട്ടേ. നമുക്ക് ഇങ്ങനെ കറിയിൽ വലിയ വലിയ പീസ് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളതൊന്ന് ചെറുതാക്കി. പിന്നെ ഇങ്ങനെ ഒരു സദ്യയുടെ കൂടെ ഒരു പായസം ഇല്ലാതെ എങ്ങനെ ഒരു സദ്യ പൂർണ്ണമാവുക അല്ലേ. അപ്പോൾ ഞങ്ങൾ സേമിയ വെക്കാച്ചിട്ടാട്ടോ, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് സേമിയ വെക്കണം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും പാലടയാണ് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. പക്ഷേ സമയം ഒരുപാട് അതിനാവശ്യമല്ലേ വെച്ചിട്ട് പെട്ടെന്ന് ആവുന്ന ഒരു പായസം അപ്പോൾ സേമിയാണ്. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. പാല് കൂടുന്ന വഴിക്ക് തന്നെ അത് വേഗം അടുപ്പത്ത് വെക്കാൻ നോക്കിയിട്ടോ. ഇനി അത് മാത്രം ലാസ്റ്റ് വെക്കാൻ വിചാരിച്ചു. ചോറ് അടുപ്പത്തായപ്പോൾ പിന്നെ അത് ഇറക്കി വെച്ചിട്ട് പായസം വെച്ചാൽ നല്ലപോലെ അടുപ്പ് കത്തിയാൽ എന്നാൽ വേഗം പായസം ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. ഒരുപാട് നേരം നിന്നിട്ട് ഇങ്ങനെ എന്നാൽ നേരെ നമ്മൾ അടുപ്പിൽ വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്താണെങ്കിലും. അപ്പോൾ പായസം അടുപ്പിൽ വെക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഗ്യാസിൽ പോയി നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ഒരു കറിയാണ് കേട്ടോ ഈ കൂട്ടുകറി. എന്താ കുമ്പളങ്ങയുടെ ഓലെന്ന് പറയും ഞങ്ങളുടെ അവിടെയൊക്കെ. ഇനി ഓരോ ഭാഗത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ. മധുരം ഉണ്ടെങ്കിൽ പോലും എനിക്ക് നല്ല ഇഷ്ടമാണ്. വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അമ്മ അപ്പുറത്ത് ബീഫ് നല്ല വരട്ടുണ്ടായിരുന്നിട്ട് ഇത്ര ചാറൊന്നുമല്ല കേട്ടോ, കുറച്ചും കൂടി ഇങ്ങനെ ചാറ് വറ്റി വരട്ടണ പോലെ ആക്കിയിട്ട് ഇറക്കി വെക്കാൻ വെച്ചിട്ട്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ 1 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ അത് അപ്പുറത്തിരിക്കുന്നുണ്ട്, അച്ചപ്പുറത്തിരിക്കുന്നുണ്ട്. സെൻറ്ററിൽ ഞാനൊക്കെയുള്ള ഇല വിളമ്പിത്തിട്ട് എൻ്റെ ഇല നല്ല ചെറുതായി പോയി. അപ്പോൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറികളൊക്കെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഞാൻ വെച്ചതാണ്. അപ്പോൾ പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ പുറത്ത് കൂടെ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് പോകുന്നത്. ഇത് ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെ വകയായിട്ട് ഈ തമ്പോല ഇറക്കിയത്. ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഈ പാടത്ത് കൂടെ അങ്ങോട്ട് ഇറങ്ങുക ചെയ്യാട്ടോ. റോട്ടിൽ കൂടെ പോയി ഒരുപാട് ചുറ്റിവളഞ്ഞ് പോകണം. അപ്പോൾ പാടത്ത് കൂടെ ആകുമ്പോൾ വേഗം എത്തുമോ ചോദിച്ചാൽ അങ്ങനെ എത്തൊന്നുമില്ല. ആദ്യമായിട്ട് വരുന്നവർക്ക് നല്ല ദൂരം തോന്നിക്കും. ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരിക കാരണം കൊണ്ട്. ഇതിൻ്റെ കല്യാണമൊക്കെ ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ, കുറുവട്ടൂർ ശിവക്ഷേത്രം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കൊല്ലം കാണുന്ന എൻ്റെ സ്ഥിരം ഫ്രണ്ടാട്ടോ സനിത. ഞങ്ങൾ 6ാം ക്ലാസ് മുതൽ ഒപ്പം പഠിച്ചതാട്ടോ. അപ്പോൾ അവളെ കണ്ടു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ സംഭാരം കുടിക്കാൻ പോയി. പൂരത്തിന് പോയാൽ നമ്മൾ സംഭാരം നിർബന്ധമാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ, എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ പൂരപലഹാരങ്ങളുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അത്രയൊന്നും വാങ്ങിയില്ല. ചേച്ചിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ കൊടുന്നത് തന്നെ ബാക്കി വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അരിമുറുക്ക് മാത്രം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ആകെ മേല് കഴുകിയിട്ട് എൻ്റെ ഉറക്കം വന്നിട്ടോ ഇരിക്കണം. ഒന്നാമത് നേരത്തെ നീച്ചു. പിന്നെ നമുക്ക് പൂരത്തിനൊക്കെ പോയാൽ തന്നെ ഭയങ്കര ക്ഷീണാവില്ലേ. വീട്ടിൽ വന്നാൽ മതി, ഒരു ഭാഗത്ത് കിടന്നാൽ മതി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ വലിച്ചിട്ട് റൂമൊക്കെ ആകെ അലങ്കോലമായിട്ടോ ഇരിക്കണേ. ഇത് വേദയ്ക്ക് പൂരത്തിന് പോയപ്പോൾ വാങ്ങിയതാണ് അവിടെ നിന്ന്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ പറഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അമ്മ അവിടെ പാത്രങ്ങളൊക്കെ മോറിയൊക്കെ കേട്ടോ. രാവിലത്തെ വെച്ച പാത്രങ്ങളൊക്കെ വലിയ വലിയ പാത്രങ്ങളൊക്കെ അമ്മ മോറിയാലേ അമ്മയ്ക്കൊരു തൃപ്തി. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് IPL കാണാതിരിക്കുക കേട്ടോ. IPL തുടങ്ങിയ പിന്നെ 1 മാസം സീരിയൽ ഉണ്ടാവില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കളിയാട്ടോ ഇത്. അപ്പോൾ ഈ കളിയൊക്കെ കണ്ട് രാത്രി 11:30-12 മണിയായി ഞങ്ങൾ ഉറങ്ങാൻ നിന്നപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.